കുട്ടികളെ, എൻ്റെ പേര് ശാന്താനന്ദൻ. ഞാൻ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മാക്സിമം മാർക്ക് വാങ്ങാൻ എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനൊരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം മുതൽ ഡീപ്പായിട്ട് ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഡീപ്പായിട്ട് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഒരു A+ കിട്ടുന്ന കുട്ടിക്ക് 20% ചോദ്യങ്ങൾ വളരെ ടഫായിരിക്കും. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് A+ കിട്ടുക എന്ന ലക്ഷ്യമാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ പാരഗ്രാഫിലും മാക്സിമം വരാവുന്ന എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ഇതിലൂടെ വിശദീകരിക്കുന്നതാണ്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ പാഠം ഖിഡ്കി. ഖിഡ്കി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജനാല, വിൻഡോ. ഈ പാഠം എഴുതിയത് അഞ്ജു ഖർബന്ദ. എഴുത്തുകാരിയുടെ പേര് അഞ്ജു ഖർബന്ദ എന്നാണ്. ജനാല, ഖിഡ്കി എന്ന് പറഞ്ഞാൽ ജനാല എന്നർത്ഥം. ഇതൊരു ലഘു കഥയാണ്. ലഘുകഥ, ഒരു കുഞ്ഞു കഥ, ഒരു ചെറിയ കഥയാണ് ഖിഡ്കി എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, പാഠത്തിൻ്റെ പേര് ഖിഡ്കി, എഴുതിയ ആളുടെ പേര് അഞ്ജു ഖർബന്ദ, എഴുത്തുകാരിയാണ്. ഇത് പ്രോക്തി എന്താ വെച്ചാൽ പ്രോക്തി ലഘു കഥയാണ്. ഖിഡ്കി നാമക് एक ലഘു കഥ. ഖിഡ്കി പ്രോക്തി ക്യാ ഹെ? एक ലഘു കഥ. എഴുതിയ ആളുടെ പേര് അഞ്ജു ഖർബന്ദ. ഈ ചിത്രത്തിൽ നമുക്ക് കാണാം, അതൊരു തീവണ്ടിയാണ്. ഒരു പുരുഷൻ നിൽക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ സമീപത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ, 2 കുഞ്ഞുങ്ങൾ. അതാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. ഇവർ ഈ ഫാമിലി എങ്ങോട്ടോ യാത്ര ചെയ്യുകയാണ്, എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഈ അഞ്ജു ഖർബന്ദയുടെ ചെറുകഥയിലെ കഥാപാത്രങ്ങളുടെ ചിത്രമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പതി ഭർത്താവാണ്, പത്നി അവരുടെ ബച്ചെ കുട്ടികളാണ്. ഇവരെങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത്, ഇവരുടെ ഉദ്ദേശം എന്താണ്, യാത്രയിൽ എന്തൊക്കെ അനുഭവങ്ങളുണ്ട് എന്നതാണ് ഈ പാഠത്തിലൂടെ കവയത്രി നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കിനി ഈ ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് നോക്കാം. होशियारपुर से शादी का बुलावा आया था. ഹോഷിയാർപുരത്ത് നിന്ന് ഷാദിക വിവാഹത്തിന്റെ ബുലാവ ക്ഷണം ആയാത്ത വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവർക്ക് ഹോഷിയാർപുരത്ത് നിന്ന് ഷാദിക ബുലാവ. ഷാദിക ബുലാവ മത്ലബ് ഷാദിക നിമന്ത്രൺ. ബുലാവ എന്നതിന്റെ മറ്റൊരു പേര് നിമന്ത്രൺ എന്നാണ്. ബുലാവ ക സമാൻ പദ് നിമന്ത്രൺ. അത് അത്തരം ചോദ്യങ്ങൾ ചോദിക്കും. ബുലാവ എന്നതിന്റെ മറ്റൊരു പേരെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് നിമന്ത്രൺ എന്ന് പറയാം. ഒന്ന് പറയാം, ഹോഷിയാർപുർസെ, ഹോഷിയാർപുരത്ത് നിന്ന് ഷാദിക വിവാഹത്തിന്റെ ബുലാവ നിമന്ത്രൺ ആയാത്ത വന്നിരുന്നു. അതുകൊണ്ട് അവർ ഹോഷിയാർപുരത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. ട്രെയിൻ സേ ജാന, ട്രെയിനിൽ പോവാൻ തയ് ഹുവ, തീരുമാനിച്ചു. ഭർത്താവ് ചിന്തിച്ചു, ട്രെയിനിൽ പോകാൻ വേണ്ടി അദ്ദേഹം തീരുമാനിച്ചു. സർദി ഹൽക്കി ഹൽക്കി ദസ്തക് ദേനെ ലഗി തീ. സർദി തണുപ്പ്, ഹൽക്കി ഹൽക്കി കുറേശ്ശെ നേരിയ തോതിൽ, ദസ്തക് ദേനെ ലഗി തീ അനുഭവപ്പെടാൻ തുടങ്ങിയിരുന്നു. ഹൽക്കി ഹൽക്കി നേരിയ തോതിൽ, ദസ്തക് അനുഭവപ്പെടുക. അപ്പൊ ഹൽക്കി ദസ്തക് എന്ന് പറഞ്ഞാൽ നേരിയ തോതിൽ അനുഭവപ്പെട്ടു. ദസ്തക് എന്നതിനെ വിശേഷിപ്പിക്കുന്ന വാക്കാണ് ഹൽക്കി. ഹൽക്കി ദസ്തക് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഹൽക്കി എന്ന് പറഞ്ഞാൽ വിശേഷണമാണ്. സർദി തണുപ്പ്, ഹൽക്കി ഹൽക്കി നേരിയ തോതിൽ, ദസ്തക് ദേനെ ലഗീത്തി അനുഭവപ്പെടാൻ തുടങ്ങിയിരുന്നു. നോക്ക്, നേരത്തെ ഇവിടെ ഥ എന്നാണ് വന്നത്, ഇവിടെ തി എന്നാണ് വന്നത്. ഇത് ഥ എന്ന് പറഞ്ഞാൽ ആയിരുന്നു, ഉണ്ടായിരുന്നു. തീ എന്ന് പറഞ്ഞാലും സെയിം അർത്ഥം. പക്ഷെ ഇവിടെ തീ വരാനുള്ള കാരണം സർദി എന്നത് സ്ത്രീലിംഗമായതുകൊണ്ടാണ്. അപ്പൊ സർദി ഹൽക്കി ഹൽക്കി ദസ്തക് എന്ന് പറഞ്ഞാൽ തണുപ്പ് നേരിയ തോതിൽ അനുഭവപ്പെടാൻ തുടങ്ങിയിരുന്നു. ഇസ്ലിയെ ഇതുകൊണ്ട്, തണുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങിയതുകൊണ്ട്, സോച്ച ചിന്തിച്ചു. ആര് ചിന്തിച്ചു? പതി, അദ്ദേഹം ചിന്തിച്ചു. ചലോ പോവാം, ഇസ് ബാർ ഇത്തവണ AC കെ ബജായ്, AC പകരമായി. സാധാരണ ഈ ഫാമിലി AC കോച്ചിലാണ് പോകാറുള്ളത്. അപ്പൊ പുറത്ത് തണുപ്പുള്ളത് കൊണ്ട് അദ്ദേഹം ചിന്തിച്ചു, ഇത്തവണ ഇസ് ബാർ ഇത്തവണ AC കെ ബജായ്, AC പകരമായി ജനറൽ കോച്ച് സേ, ജനറൽ കോച്ചിൽ
സഫർക്ക യാത്രയുടെ ആനന്ദ് ലിയാ ജായേ ആനന്ദം അനുഭവിക്കാം. അപ്പൊ സാധാരണ AC-യിൽ പോകുന്ന ഈ ഫാമിലി ഇത്തവണ മാറി ചിന്തിച്ചു. ഫാമിലി അല്ല, ഇദ്ദേഹം മാറി ചിന്തിച്ചു, ഭർത്താവ് ചിന്തിച്ചു. എന്താ കാരണം? തണുപ്പ് ഹൽക്കി ഹൽക്കി നേരിയ തോതിൽ അനുഭവപ്പെടുന്നുണ്ട്. ഇസ്ലിയെ ഇതുകൊണ്ട് സ്വച്ച ചിന്തിച്ചു, ചലോ പോവാം, ഇസ് ബാർ ഇത്തവണ AC-ക്ക് ബജായ് AC-ക്ക് പകരമായി ജനറൽ കോച്ചിൽ നിന്നുള്ള സഫർക്ക യാത്രയുടെ ആനന്ദ് ലിയാ ജായേ ആനന്ദം അനുഭവിക്കാം. പഹലെ ഇത് ഇദ്ദേഹം തീരുമാനിച്ചു. പഹലെ ആദ്യം ബീവി ബച്ചെ ഭാര്യയും മക്കളും ജനറൽസേ ജാനെ പർ ജനറലിൽ പോകുന്നതിൽ, അവർ സ്ഥിരമായിട്ട് AC-യിലാണല്ലോ പോകല്, പക്ഷെ ആദ്യം ഭാര്യയും മക്കളും ജനറലിൽ പോകുന്നതിൽ കുച്ച് നാരാസ് ഹുയേ അല്പം ദേഷ്യപ്പെട്ടു. അവർക്ക് അത്ര ഇഷ്ടമായില്ല. കുച്ച് നാരാസ് ഹുയേ കുറച്ച് ദേഷ്യപ്പെട്ടു. അപ്പോൾ ഹുയേ വരാൻ കാരണം ബീവി ബച്ചെ, അവിടെ സബ്ജക്റ്റ് ബഹുവചനമായതുകൊണ്ട് പ്ലൂറൽ ആയതുകൊണ്ടാണ് ഹുയേ വന്നത്. നോക്കാം, എന്നോട് പറയാ. പഹലെ ആദ്യം ബീവി ബച്ചെ ഭാര്യയും മക്കളും ജനറൽ സേ ജാനെ പർ ജനറൽ കോച്ചിൽ പോകുന്നതിൽ കുച്ച് നാരാസ് ഹുയേ കുറച്ച് ദേഷ്യപ്പെട്ടു. പർ പക്ഷേ ഫിർ പിന്നീട് തോടി ന നുക്കുർ കെ ബാദ് അല്പം വിയോജിപ്പിനു ശേഷം, ന നുക്കുർ എന്ന് പറഞ്ഞാൽ അസഹമ്മതി, ഹിന്ദി പറയുമ്പോ അസഹമ്മതി വിയോജിപ്പ്, അല്പം വിയോജിപ്പിന് ശേഷം, അല്പം പരിഭവങ്ങൾക്കു ശേഷം മാൻഗെ സമ്മതിച്ചു, അംഗീകരിച്ചു. പഹലെ ആദ്യം ഭാര്യയും മക്കളും ജനറലിൽ പോകുന്നതിൽ നാരാസ് ഹുയെ ദേഷ്യപ്പെട്ടു. പർ എന്നാൽ, പറിന് മുകളിൽ നടത്തേണ്ട, എന്നാൽ നടത്തണം. അപ്പൊ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ പർ വന്നുകൊണ്ട് ഇവിടെ എന്നാൽ എന്ന് ഉപയോഗിച്ചത്. പർ എന്നാൽ, ഫിർ പിന്നീട്, തോടി അല്പം, നുക്കുർ കെ ബാദ് വിയോജിപ്പിനു ശേഷം അല്ലെങ്കിൽ അല്പം പരിഭവങ്ങൾക്കു ശേഷം മാൻകയെ അംഗീകരിച്ചു, പോവാൻ തീരുമാനിച്ചു. ദില്ലിയിൽ നിന്ന്, അപ്പൊ ഇവര് ദില്ലിയിൽ നിന്നാണ് പോകുന്നത്. ദില്ലിയിൽ നിന്ന് ലഗ്ഭഗ് ഏകദേശം 8 ഘണ്ടെ കാ സഫർ 8 മണിക്കൂറിന്റെ യാത്ര. ദില്ലിയിൽ നിന്ന് ഹോഷിയാർപൂർ വരെ കിത്തനെ ഘണ്ടെ കാ സഫർ ഹേ, ഏകദേശം 8 ഘണ്ടെ കാ 8 മണിക്കൂറിന്റെ യാത്ര. ചോദിക്കും, ദില്ലി സേ ഹോഷിയാർപൂർ തക് കിത്തനെ ഘണ്ടെ की യാത്ര, എത്ര മണിക്കൂറിന്റെ സഫർ, സഫറിന്റെ യാത്ര. സഫർ എന്ന് പറഞ്ഞ യാത്ര, സഫറിന്റെ സമാൻ പദ് ക്യാ ഹേ, യാത്ര. സാധ്യതകളാണ്. സഫർ കാ സമാൻ പദ്, സഫറിന്റെ മറ്റൊരു പദമാണ് യാത്ര. സഫർ യാത്ര, സഫർ യാത്ര, സഫർ യാത്ര പ്രധാനപ്പെട്ടതാണ്. എന്നോട് പറയാ, ദില്ലിയിൽ നിന്ന് ലഗ്ഭഗ് ഏകദേശം 8 ഘണ്ടെ കാ 8 മണിക്കൂറിന്റെ സഫർ യാത്രയുണ്ട്. നോക്കേ, ഇവിടെ സഫർ എന്ന് പറഞ്ഞുകൊണ്ട് കാ സഫർ, ഇത് യാത്രയാണെങ്കിലോ കി യാത്ര. നോക്കണം, ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് ബുദ്ധിമുട്ടിക്കാൻ. സഫർ യാത്ര, സഫർ എന്ന് പറയുമ്പോൾ ഘണ്ടെ അപ്പൊ 8 ഘണ്ടെ കാ സഫർ 8 മണിക്കൂറിന്റെ യാത്ര. അപ്പൊ ഈ സഫർ എന്ന് പറയുമ്പോൾ യാത്ര എന്ന് ഇവിടെ കൊടുത്താലോ എന്താവും? 8 ഘണ്ടെ കി സഫർ, 8 ഘണ്ടെ കി യാത്ര. യാത്ര സ്ത്രീലിംഗ് ആയതുകൊണ്ട് ഇവിടെ കി വന്നു, സഫർ പുല്ലിംഗ് ആയതുകൊണ്ട് കാ വന്നു. അപ്പൊ 8 മണിക്കൂറിന്റെ യാത്ര. സീറ്റ് ബുക്ക് തീഥോ, സീറ്റ് ബുക്ക് ചെയ്തിരുന്നതിനാൽ ജ്യാദ കൂടുതൽ, പരേശാനി നഹി ഹുയി പ്രയാസങ്ങൾ ഉണ്ടായില്ല. അപ്പൊ നേരത്തെ സീറ്റ് ബുക്ക് ചെയ്തിരുന്നതിനാൽ ജ്യാദ കൂടുതൽ, പരേശാനി നഹി ഹുയി പ്രയാസങ്ങൾ ഉണ്ടായില്ല, ബുദ്ധിമുട്ടുണ്ടായില്ല. ബച്ചോനെ കുട്ടികൾ, ചട്ട് പെട്ടെന്ന്, ജൽദി ചട്ടിന് വേറൊരു വാക്കുണ്ട് ജൽദി, കുട്ടികൾ പെട്ടെന്ന്. ഖിഡ്കി വാലി സീറ്റ് ജനാലക്കരികിലുള്ള സീറ്റ്, ഖിഡ്കി വാലി സീറ്റ് ജനാലക്കരികിലുള്ള സീറ്റ്. ചപ്പടലി പിടിച്ചു, പകടലി പിടിച്ചു. ചപ്പടലിന്റെ സമാൻ പദാണ് പകടലി, അത് ഓർമ്മിച്ചേക്കണം. ചപ്പടലി പകടലി, ചപ്പടലി പകടലി, ചപ്പടലി പകടലി. ചപ്പടലി എന്ന പകടലി പിടിച്ചു. സാരാ സാമാൻ എല്ലാ സാധനങ്ങളും സെറ്റാക്കി വെച്ച് അടുക്കി വെച്ചിട്ട്
മേ ഔർ പത്നി, ഞാനും ഭാര്യയും. ഈ നമ്മുടെ ഈ ചെറുകഥയിലെ ഭർത്താവ്, ഞാനും പത്നി ഭാര്യയും, ബാത്തോ മേ സംസാരത്തിൽ, മഷ്ഗൂൽ ഹോഗയെ മുഴുകി. അത് പ്രധാനപ്പെട്ട ഒരു വാക്കാണ് മഷ്ഗൂൽ ഹോന എന്ന് പറഞ്ഞാൽ ലീൻ ഹോഗയി. മഷ്ഗൂൽ എന്താ പറയാ, അതിൽ ലയിച്ചു പോവുക. മഷ്ഗൂൽ ഹോന ലീൻ ഹോന, മഷ്ഗൂൽ ഹോന ലീൻ ഹോന, മഷ്ഗൂൽ ഹോന ലീൻ ഹോന. അത് പ്രധാനപ്പെട്ട മറ്റൊരു സമാന പദമാണ്. സാരാ സാമാൻ, എല്ലാ സാധനങ്ങളും സെറ്റാക്കി വെച്ച്, മേം ഔർ പത്നി, ഞാനും ഭാര്യയും, ബാത്തോ മേ മഷ്ഗൂൽ ഹോഗയെ, സംസാരത്തിൽ മഷ്ഗൂൽ ഹോഗയെ, മുഴുകി അല്ലെങ്കിൽ ലീൻ ഹോഗയെ. ഇതാണ് ഈ പാഠത്തിൻ്റെ മലയാളം. ഞാൻ ജസ്റ്റ് ഒന്നുകൂടി വേഗത്തിൽ പറഞ്ഞു പോവുക. മലയാളം മാത്രമാണ് പറയുന്നത്. ഹോഷ്യാർപുരത്ത് നിന്ന് കല്യാണത്തിൻ്റെ ക്ഷണം വന്നിരുന്നു. ട്രെയിനിൽ പോവാൻ തീരുമാനിച്ചു. തണുപ്പ് നേരിയ തോതിൽ അനുഭവപ്പെടാൻ തുടങ്ങി. ഇതുകൊണ്ട് വിചാരിച്ചു പോവാം, ഇത്തവണ AC-ക്ക് പകരം ജനറൽ കോച്ചിലെ യാത്രയുടെ ആനന്ദം അനുഭവിക്കാം. ആദ്യം ഭാര്യയും മക്കളും ജനറൽ കോച്ചിൽ പോകുന്നതിൽ അല്പം ദേഷ്യപ്പെട്ടു. എന്നാൽ പിന്നീട് അല്പം വിയോജിപ്പിന് ശേഷം, പരിഭവങ്ങൾക്ക് ശേഷം അവർ സമ്മതിച്ചു, അംഗീകരിച്ചു. ദില്ലിയിൽ നിന്ന് ഏകദേശം 8 മണിക്കൂറിൻ്റെ യാത്രയുണ്ട്. സീറ്റ് ബുക്ക് ചെയ്തിരുന്നതിനാൽ കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടായില്ല. കുട്ടികൾ പെട്ടെന്ന് കിടക്കി വാലി സീറ്റ്, ജനാലക്കരികിലുള്ള സീറ്റ് പിടിച്ചു. എല്ലാ സാധനങ്ങളും സെറ്റാക്കി. ഞാനും ഭാര്യയും സംസാരത്തിൽ മഷ്ഗൂൽ ഹോഗയെ, മുഴുകി. ഇതാണ് ആദ്യത്തെ പാരഗ്രാഫിൻ്റെ മലയാള പരിഭാഷ. നമുക്കിനി ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ എന്നൊക്കെ നോക്കാം. ഒന്നാമത്തത്, ഖിഡ്കി ലഘുകഥ കിസ്കി രചനാഹെ. ഖിഡ്കി എന്ന് പറയുന്ന ലഘുകഥ കിസ്കി രചനാഹെ, ആരുടെ രചനയാണ്? നമ്മൾ പഠിച്ചു, അഞ്ജു ഖർബന്ദ. നേരത്തെ പറഞ്ഞു. ഖിഡ്കി കിസ് വിധാ കി രചനാഹെ, ഖിഡ്കി എന്ത് തരത്തിലുള്ള രചനയാണ്? ലഘുകഥ ഒരു ചെറുകഥയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഖിഡ്കി കിസ് വിധാ കി രചനാഹെ, ഖിഡ്കി ഏതു തരത്തിലുള്ള രചനയാണ്? അത് ലഘുകഥയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അവർ ക്യോം, എന്തിനാണ് ഹോഷിയാർപുർ ജാത്തേ ഹേ, ഹോഷിയാർപൂരിലേക്ക് പോകുന്നത്? ക്യോമിനർത്ഥം എന്തുകൊണ്ട്, എന്തിന്. ക്യോം എന്തുകൊണ്ട്, എന്തിന്. ക്യോം എന്തുകൊണ്ട്, എന്തിന്. ക്യോം നിങ്ങൾ പറഞ്ഞോളൂ, ഇത് വളരെ ഇമ്പോർട്ടൻസ് ആണ്. ക്യോം എന്തുകൊണ്ട്, എന്തിന്. ക്യോം എന്തുകൊണ്ട്, എന്തിന്. ക്യോം എന്തുകൊണ്ട്, എന്തിന്. ഈ അർത്ഥം അങ്ങനെ പറയുമ്പോൾ അവർ ക്യോം എന്തിനാണ് ഹോഷിയാർപുർ ജാത്തേ ഹേ, ഹോഷിയാർപുരത്തേക്ക് പോയത്? ഉത്തരം നോക്കാം. അവർ ഷാദീമേ, കല്യാണത്തിൽ, വിവാഹത്തിൽ, ഭാഗ് ലേനെ കേ ലിയെ, പങ്കെടുക്കാൻ വേണ്ടിയാണ് ഹോഷിയാർപുർ ജാത്തേ ഹൈം, ഹോഷിയാർപുരത്തേക്ക് പോയത്. അവർ എന്തിനാണ് ഹോഷിയാർപുരത്തേക്ക് പോയത്? അവർ ക്യോം എന്തിന് ഹോഷിയാർപുർ ജാത്തേ ഹേ പോകുന്നു. അവർ ഷാദീമേ വിവാഹത്തിൽ, ഷാദീമേ വിവാഹത്തിൽ, ഭാഗ് ലേനെ കേ ലിയെ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഹോഷിയാർപുരത്തേക്ക് ജാത്തേ ഹൈം പോകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അവർ കേസെ എങ്ങനെയാണ് ഹോഷിയാർപുർ ജാത്തേ ഹേ, ഹോഷിയാർപുരത്തേക്ക് പോകുന്നത്? റെയിൽഗാഡിമേ, അവർ തീവണ്ടിയിൽ ജാത്തേ ഹൈം പോകുന്നു. റെയിൽഗാഡിമേ ജാത്തേ ഹൈം, അവർ തീവണ്ടിയിൽ പോകുന്നു. പതീനെ, ഭർത്താവ്, കോൺസി കോച്ചുമേ, ഏതു കോച്ചിൽ, സഫർ കർണ ചാഹ, യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചു. ഏത് കോച്ചിലാ? ജനറൽ കോച്ചുമേ, ജനറൽ കോച്ചിൽ യാത്ര ചെയ്യാൻ ആരംഭിച്ചു. ഇനി സാരാ സാമാൻ നോക്കണേ, ഇവിടെ ഒരു ഗ്രാമർ ക്വസ്റ്റ്യൻ ആണ്. സാരാ സാമാൻ, എല്ലാ സാധനങ്ങളും. ഇസ്മേ, ഇതിൽ വിശേഷൺ ശബ്ദ കോൺസാഹെ, വിശേഷണ ശബ്ദം ഏതാണ്? സാരാ സാമാൻ എന്നതിൽ വിശേഷണം എന്ന് പറഞ്ഞാൽ വിശേഷിപ്പിക്കാൻ. ഇപ്പൊ സാമാൻ സാധനങ്ങൾ, അതിനെ വിശേഷിപ്പിക്കാൻ സാരാ സാമാൻ, എല്ലാ സാധനങ്ങളും.
അപ്പൊ സാധനങ്ങൾ എന്നതിനെ വിശേഷിപ്പിച്ചത് സാര എന്നാണ്. അപ്പൊ അതില് വിശേഷണ ശബ്ദം സാര എന്നാണ്. സാര സാമാൻ വിശേഷ ശബ്ദ ക്യാ ഹേ? സാര. അടുത്തത് ഹൽക്കി ദസ്തക്, നേരിയ തോതിൽ അനുഭവപ്പെട്ടു. അതിൽ വിശേഷ ശബ്ദം ഏത്? ഹൽക്കി. ഹൽക്കി ദസ്തക് അനുഭവപ്പെട്ടു. എങ്ങനെ? നേരിയ അനുഭവം. അപ്പോൾ ഹൽക്കി എന്നതാണ് വിശേഷണ ശബ്ദം. ഇനി ഷാദി കാ ബുലാവ, വിവാഹത്തിന്റെ ക്ഷണം കഹാംസെ, എവിടെ നിന്ന്, ആയ, വന്നു. ഷാദി കാ ബുലാവ, വിവാഹത്തിന്റെ ബുലാവ ക്ഷണം കഹാംസെ ആയ, എവിടെ നിന്ന് വന്നു. എവിടുന്നാ വന്നത്? ഹോഷിയാർപുർ സെ ആയ. ഹോഷിയാർപുരത്ത് നിന്നാണല്ലോ കല്യാണം ക്ഷണം വന്നത്. അതുകൊണ്ടാണല്ലോ അവർ ദില്ലിയിൽ നിന്ന് ഹോഷിയാർപുരത്തേക്ക് പോകുന്നത്. അടുത്തത് ദില്ലി സെ, ദില്ലിയിൽ നിന്ന് ഹോഷിയാർപൂർ തക്ക്, ഹോഷിയാർപൂർ വരെ, തക്ക് വരെ, തക്ക് വരെ ഓർമ്മിക്കണം, തക്ക് വരെ. അത്തോളി തക്ക്, അത്തോളി വരെ. കാലിക്കറ്റ് തക്ക്, കാലിക്കറ്റ് വരെ. അപ്പൊ തക്ക് പഠിച്ചേക്കണം. തക്ക് വരെ, തക്ക് വരെ, തക്ക് വരെ, തക്ക് വരെ. ഒന്ന് പറയാ, ദില്ലി സെ, ദില്ലിയിൽ നിന്ന് ഹോഷിയാർപൂർ തക്ക്, ഹോഷിയാർപൂർ വരെ. കിത്തനെ ഗണ്ടേ കാ, എത്ര മണിക്കൂറിന്റെ സഫർ ഹേ, യാത്രയുണ്ട്. നമ്മൾ തുടക്കത്തിൽ പഠിച്ചിട്ടുണ്ട്. ദില്ലിയിൽ നിന്ന് ഹോഷിയാർപുരത്തേക്ക് 8 മണിക്കൂറിന്റെ യാത്രയുണ്ട്. എന്നൂർ പറയാ, ദില്ലി സെ, ദില്ലിയിൽ നിന്ന് ഹോഷിയാർപൂർ തക്ക്, ഹോഷിയാർപൂർ വരെ. കിത്തനെ ഗണ്ടേ കാ, എത്ര മണിക്കൂറിന്റെ സഫർ ഹേ, യാത്രയുണ്ട്. ഉത്തരം പഠിച്ചു. 8 ഗണ്ടേ കാ, എത്ര മണിക്കൂറിന്റെ? 8 ഗണ്ടേ കാ, 8 മണിക്കൂറിന്റെ യാത്രയുണ്ട്. ഇനി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇത് നമ്മൾ മുൻപ് പിരമിഡ് പഠിച്ചിരുന്നു. അതുപോലെ മറ്റൊന്നാണ് ഇതാ, ഷാദീക, വിവാഹത്തിന്റെ. ഹോഷിയാർപുർ സെ, ഹോഷിയാർപുരത്ത് നിന്ന്. ബുലാവ, വിളി. ഇതിനെ 3 വരിയിലാക്കി എഴുതണം. ആദ്യം തന്നിട്ടുണ്ട്, ആയാത്ത, വന്നിരുന്നു. എന്ത് വന്നിരുന്നു? അപ്പൊ അടുത്ത വരി എഴുതുമ്പോ ബുലാവ ആയാത്ത, വന്നിരുന്നു. എന്ത് വന്നിരുന്നു? ബുലാവ ആയാത്ത, വിളി വന്നിരുന്നു. അപ്പൊ അടുത്ത വരി ബുലാവ ആയാത്ത. എന്തിന്റെ? ഷാദീകാ ബുലാവ. അവിടെ 3ാമത്തെ വരി ഷാദീകാ ബുലാവ ആയാത്ത. ലാസ്റ്റോ ഇവിടുന്ന് വന്ന് ഹോഷിയാർപൂർ, ഹോഷിയാർപൂർ സേ ഷാദീകാ ബുലാവ ആയാത്ത. ഇങ്ങനെ എഴുതിയ 3 മാർക്ക് വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും. ആദ്യം ക്വസ്റ്റ്യനിൽ ആയാത്ത, വന്നിരുന്നു. എന്ത് വന്നു? ബുലാവ ആയാത്ത, ബുലാവ ആയാത്ത, ബുലാവ ആയ, വിളി വന്നു. എന്തിന്റെ വിളി? ഷാദീകാ ബുലാവ, ഷാദീകാ ബുലാവ ആയാത്ത. പിന്നെന്ത് ചേർക്കണം? എവിടുന്ന്? ഹോഷിയാർപുർ സേ ഷാദീകാ ബുലാവ ആയാത്ത. അതിന്റെ ഉത്തരം നമുക്ക് പുറത്തേക്ക് നോക്കാം. ഒന്ന് ആയാത്ത, വന്നിരുന്നു. എന്ത് വന്നിരുന്നു? ബുലാവ ആയാത്ത, വിളി വന്നിരുന്നു. എന്തിന്റെ വിളി? ഷാദീകാ ബുലാവ ആയാത്ത, കല്യാണത്തിന്റെ വിളി വന്നു. എവിടുന്ന്? ഹോഷിയാർപുർ സേ ഷാദീകാ ബുലാവ ആയാത്ത. ഇങ്ങനെ എഴുതിയാൽ 3 മാർക്ക് കിട്ടും. അതിന്റെ അർത്ഥം നോക്കിയിട്ടാണ് നമ്മളത് എഴുതേണ്ടത്. വാക്യവിസ്താർക്കരെ എന്ന ഈ ക്വസ്റ്റിന് പറയാം, വാക്യവിസ്താർക്കരെ. ഇനി അടുത്ത് നോക്കൂ. കിടുക്കി വാലി, ജനാലക്കരികിൽ. ബച്ചോന്, കുട്ടികൾ. സീറ്റ്. അപ്പൊ അതിന് ആദ്യം കൊടുത്ത വാക്ക് ചപ്പട്ടിലി, പിടിച്ചു. ചപ്പട്ടിലി പിടിച്ചു. എന്ത് പിടിച്ചു? സീറ്റ് ചപ്പട്ടിലി. അവിടെ നോക്ക്, സീറ്റ് ചപ്പട്ടിലി, സീറ്റ് ചപ്പട്ടിലി. എവിടുത്തെ സീറ്റ് പിടിച്ചു? കിടുക്കിവാലി സീറ്റ്. അടുത്തെന്ത് വരും? കിടുക്കിവാലി സീറ്റ് ചപ്പട്ടിലി, ജനാലക്കരികിലുള്ള സീറ്റ് പിടിച്ചു. 3ാമത്തതോ ആരാ? ബച്ചോനെ. അപ്പൊ ബച്ചോനെ, കുട്ടികൾ. കിടുക്കിവാലി സീറ്റ് ചപ്പട്ടിലി. ആദ്യം ചപ്പട്ടിലി പിടിച്ചു, 2ാമത്തെ സീറ്റ് ചപ്പട്ടിലി, സീറ്റ് പിടിച്ചു. 3ാമത്തെ കിടുക്കിവാലി സീറ്റ് ചപ്പട്ടിലി, ജനാലക്കരികിലുള്ള സീറ്റ് പിടിച്ചു. ലാസ്റ്റ് ആരാണ്? ബച്ചോനെ, കുട്ടികൾ. കിടുക്കിവാലി സീറ്റ് ചപ്പട്ടിലി, ജനാലക്കരികിലുള്ള സീറ്റ് പിടിച്ചു. അങ്ങനെ എഴുതുമ്പോ 3 മാർക്ക് കിട്ടി. പിന്നെയോ രംഗ് ബിരങ്കി, പല നിറത്തിലുള്ള. ഷാളോങ്ക, ഷാളുകളുടെ. യുവതീനെ, യുവതി. ഗട്ടറുണ്ടായ, കെട്ട് ഉയർത്തി എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ബാക്കി ഇതിൽ നിന്ന് എടുത്തെഴുതണം.
കെട്ടുയർത്തി. എന്തെഴുതും? എന്തിന്റെ കെട്ടുയർത്തി? ഇപ്പൊ ഷാളോങ്ക ഗട്ടറുടായ. അടുത്തെന്ത് വരും? ഷാളോങ്ക ഗട്ടർ. ഇവിടെ രണ്ടെണ്ണ വന്നത്. അപ്പൊ അവിടെ ക്വസ്റ്റ്യനിൽ 3 വരി ഉണ്ട്, പക്ഷെ ഇവിടെ ഇതിൽ ആൻസർ വന്നെങ്ങനെയാണ്? അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഷാളോങ്ക ഗട്ടർ ഉടായ, ഇത് 3 വേണം, ഇതിൽ 2 എടുത്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ കൊടുത്താൽ ഷാളോങ്ക ഗട്ടർ ഉടായ. പിന്നെ ആരാണ്? യുവതീനെ, യുവതിയാണ് ഷാളുകളുടെ. യുവതീനെ ഗട്ടർ ഉടായ, യുവതീനെ ഗട്ടർ ഉടായ. ആരാ ഉയർത്തിയത്? യുവതി. അടുത്ത് വരുന്നത് യുവതീനെ രംഗി ബിരങ്കി ഷാളോങ്ക ഗട്ടർ ഉടായ. യുവതി പല കളറിലുള്ള ഷാളുകളുടെ ഗട്ടർ കെട്ട് ഉയർത്തി. അതൊന്നുകൂടി പറയാ. ഇത് 3 ഉണ്ടാവും ഈ ക്വസ്റ്റ്യനിൽ. അങ്ങനെ 2 വന്നത്. ഗട്ടറുടായ, കെട്ട് ഉയർത്തി. ആരാണ്? യുവതീനെ ഗട്ടറുടായ, യുവതി കെട്ട് ഉയർത്തി. എന്തിന്റെ കെട്ട്? കളറുകളുടെ. അപ്പൊ അത് യുവതീനെ, യുവതി രംഗ് ബിരങ്കി ഷാളോങ്ക, പല നിറത്തിലുള്ള ഷാളുകളുടെ ഗട്ടർ ഉയർത്തി. ഗട്ടറുടായ, യുവതീനെ ഗട്ടറുടായ, യുവതീനെ രംഗ് ബിരങ്കി ഷാളോങ്ക ഗട്ടറുടായ. ഇതാണ് ഇതിൽ വരുന്ന. ഇനി മറ്റു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദേശം നന്നായിട്ട് നോക്കിയാൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടുള്ളൂ. ഇവിടെ ഒരു സൈഡിൽ ബുലാവ, മഷ്ഗൂൽ, ജ്യാദ, ചപ്പടലി. ഇപ്പുറത്ത് പകടിലി, നിമന്ത്രൺ, ലീൻ, ബഹുത്ത്. അപ്പൊ ഇതിനോട് ചേരുന്നത് ഏതാണോ അതാണ് നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതേണ്ടത്. ആ ആണോ, ആ ആണോ, ഈ ആണോ, ഈ ആണോ എന്ന് നോക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഈ ച എന്തിനോട് ചേരും നോക്കാം. നമ്മൾ നേരത്തെ പഠിച്ചു നോക്കാം. ച എന്ന് പറഞ്ഞാൽ നമ്പർ എടുക്കണം. 1, 2, 3, 4. ബുലാവ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിളി, ക്ഷണം. ഏതാ നമ്മൾ പഠിച്ചത്? ബുലാവ, നിമന്ത്രൺ, കല്യാണത്തിന്റെ വിളി. ബുലാവ, നിമന്ത്രൺ. അപ്പൊ 1ന്റെ ഉത്തരം എന്താ? 1ന്റെ ഉത്തരം നിമന്ത്രൺ. 2 മഷ്ഗൂൽ, മഷ്ഗൂൽ ഹോഗെ, ലയിച്ചു ചേർന്നു. ലീൻ ഹോഗെ, മഷ്ഗൂൽ, ലീൻ. 3 ജ്യാദ എന്ന് പറഞ്ഞാൽ കൂടുതൽ. ജ്യാദ, ബഹുത്ത്, കൂടുതൽ. 4 ചപ്പടലി, പിടിച്ചു, പകടലി. നേരത്തെ നമ്മൾ ഇത് പറഞ്ഞിരുന്നു. 1 ബുലാവ, നിമന്ത്രൺ. പഠിച്ചോളൂ. ബുലാവ, നിമന്ത്രൺ, മഷ്ഗൂൽ, ലീൻ, ജ്യാദ, ബഹുത്ത്, ചപ്പടലി, പകടലി. അപ്പൊ ചാന്റെ ഉത്തരം ടാണ്. ചാന്റെ ഉത്തരം ടാണ്. ഇതിലതല്ല, ഇത് തെറ്റാണ്. ഇത് ച, ഠ, ഇത് 2 ശരിയാ, ഇത് തെറ്റാണ്. അപ്പൊ ഇത് 2 ഏതോ ഒന്നാണ്. ഇനി ഇത് മഷ്ഗൂൽ എന്ന് പറഞ്ഞാൽ ലീൻ, ച, ഢ. ഇതാണ് ഉത്തരം. ഇത് തെറ്റാ. അപ്പൊ ഉറപ്പിക്കാലോ. ഢ, ഢ, അത് കണ്ടില്ലേ? മഷ്ഗൂൽ, 2ന്റെ ഉത്തരം ലീൻ. ഇതാണ്. അപ്പൊ 3ാമത്തെ ജ, ജ്യാദ, ബഹുത്ത്, ജ, ഠ, ഇത് ശരിയാണ്. ചപടലി, ചാന്റെ ഉത്തരം ഠ. ഇതാ. അപ്പൊ ഈ ഉത്തരം നിങ്ങൾ ആ എന്ന് എഴുതിയിട്ട് ഈ കോളം വരച്ചിട്ട് ഈ കോളത്തിനകത്ത് ഇങ്ങനെ എഴുതണം. ആ എന്ന് എഴുതണം. ഒരു കോളം വരയ്ക്കുക. ച, ഠ, ച, ഢ, ജ, ഠ, ഛ, ഠ, ഇങ്ങനെ എഴുതി വെക്കണം. ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് മാർക്ക് കിട്ടും. ഇനി വേറെ കുറച്ച് ക്വസ്റ്റ്യൻ നോക്കാം. പതിനെ, ഭർത്താവ്. ജനറൽ കോച്ചുമേ, ജനറൽ കോച്ചിൽ. ജാനേക, പോവാനുള്ള. നിശ്ചയ്, തീരുമാനം. ക്യോം കിയാ ഹോഗ, എന്തുകൊണ്ടാണ് എടുത്തത്? പതിനെ, ഭർത്താവ്. ജനറൽ കോച്ചിൽ പോവാനുള്ള നിശ്ചയ്, തീരുമാനം. ക്യോം കിയാ ഹോഗ, എന്തുകൊണ്ടാണ് ജനറൽ കോച്ചിൽ പോവാൻ വേണ്ടി ഭർത്താവ് തീരുമാനമെടുത്തത്? എന്താ കാരണം? ഉത്തരതാ. സർദി കി ശുരുവാത്ത് ഹോ ചുകി തീ, തണുപ്പ് തുടങ്ങിക്കഴിഞ്ഞിരുന്നു. സർദി കി ശുരുവാത്ത് ഹോ ചുകി തീ, തണുപ്പ് തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ബാഹർ സർദി തീ, ഇത്രയും ഇങ്ങനെ എഴുതുന്നില്ല, നിങ്ങൾ സ്വന്തം വാക്യത്തിൽ എഴുതുക. ബാഹർ സർദി തീ, പുറത്ത് തണുപ്പുണ്ടായിരുന്നു. അത് അങ്ങനെ മതി. സർദി കി ശുരുവാത്ത് ഹോ ചുകി തീ, തണുപ്പ് തുടങ്ങിക്കഴിഞ്ഞിരുന്നു.
ജനറൽ കോച്ചുമേ യാത്രാ കർണേസെ, വേറൊരു കാരണം കൂടി ഉണ്ട്. ജനറൽ കോച്ചുമേ യാത്രാ കർണേസെ, ജനറൽ കോച്ചിൽ യാത്ര ചെയ്താൽ, യാത്ര ചെയ്യുന്നത് കൊണ്ട് ആം ജനതാക്കെ, സാധാരണക്കാരുടെ ജീവൻ, ജീവിതത്തെ, ജീവൻക്ക് അനുഭവി, ജീവിത അനുഭവങ്ങളും പതാ ചൽത്താ ഹേ, അറിയാൻ കഴിയുന്നു. അതുകൊണ്ടാണ് മൂപ്പര് ജനറൽ കോച്ചിൽ പോകാൻ വേണ്ടി തീരുമാനിച്ചത്. ചോദ്യം എന്താണ്? എന്താ ചോദ്യം എന്ന് നോക്കാം. ഭർത്താവ് ജനറൽ കോച്ചിൽ ജാനേക്ക, പോവാനുള്ള നിശ്ചയ്, തീരുമാനം, ക്യോ, എന്തുകൊണ്ട്, കിയാ ഹോഗ, എടുത്തിട്ടുണ്ടാവും. ഉത്തരം സർദി കി, തണുപ്പ്, ശുരുവാത്ത് ഹോ ചുകി തീ, തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അതുമാത്രല്ല ജനറൽ കോച്ചുമേ, ജനറൽ കോച്ചിൽ യാത്രാ കർണേസെ, യാത്ര ചെയ്യുന്നത് കൊണ്ട് എന്താണ്, യാത്ര ചെയ്യുന്നത് കൊണ്ട് ആം ജനതാക്കെ, സാധാരണക്കാരുടെ ജീവൻ, ജീവിത അനുഭവങ്ങളും, ജീവൻകെ അനുഭവ ഭി, ജീവിത അനുഭവങ്ങളും പഥാ ചൽത്താ ഹേ, അറിയാൻ കഴിയുന്നു. ഇതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യാൻ തീരുമാനിച്ചത്. ട്രെയിനിൽ ജനറൽ കോച്ചിൽ യാത്ര ചെയ്യാൻ തീരുമാനിച്ചത്. അടുത്ത ചോദ്യം, യഹ് പരിവാർ, ഈ കുടുംബം, കഹാം ജാ രഹേ ഹേ, എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? യഹ് പരിവാർ, ഈ കുടുംബം, കഹാം, എവിടേക്കാണ്, ജാ രഹേ ഹൈം, പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങോട്ടാ പോകുന്നത്? ഹോഷിയാർപൂർ. ഇവര് ദില്ലിയിൽ നിന്നും ഹോഷിയാർപുരത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ബച്ചോംനെ, കുട്ടികൾ, ട്രെയിൻമേ, ട്രെയിനിൽ, കോൺസി, ഏത്, സീറ്റ്, ചപടലി, പിടിച്ചു, പകടലി, പിടിച്ചു, ചപടലി, പിടിച്ചു, പകടലി, പിടിച്ചു. ക്വസ്റ്റ്യൻ, ബച്ചോനെ, കുട്ടികൾ, ട്രെയിൻമേ, ട്രെയിനിൽ, കോൺസി സീറ്റ് ചപടലി, ഏത് സീറ്റാണ് പിടിച്ചത്? ഉത്തരം ഏത് സീറ്റാ? കിടക്കി വാലി സീറ്റ്. കുട്ടികൾ നേരത്തെ തന്നെ പോയിട്ട് കിടക്കി വാലി സീറ്റ് ചപടലി, കിടക്കി വാലി സീറ്റ് പകടലി, ജനാലക്കരികിലുള്ള സീറ്റ് പിടിച്ചു. ഇനി ഒറ്റ ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഇതിൽ ചെയ്യാനുണ്ട്. എ സിക്ക് പകരമായിട്ട് എന്തുകൊണ്ടാണ് ജനറൽ കോച്ചിൽ പോയതെന്നുള്ള ഒരു ചോദ്യം നമുക്ക് ഇങ്ങനെ ഉത്തരം പറയാം. എ സി കെ ബജായ്, എ സിക്ക് പകരമായി ജനറൽ കോച്ച് സെ, ജനറൽ കോച്ചിൽ നിന്നുള്ള സഫർ കാ ആനന്ദ് ലേനെ കാ മത്ലബ്, യാത്രയുടെ ആനന്ദം അനുഭവിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന ചോദ്യം. നോക്കണേ, ആ ചോദ്യം നമുക്ക് ഒന്നുകൂടി നമ്മളെ ആ ടെക്സ്റ്റിൽ വന്നൊരു ക്വസ്റ്റ്യനാണ്. നോക്കൂ, എ സി കെ ബജായ്, എ സിക്ക് പകരമായി ജനറൽ കോച്ച് സെ, ജനറൽ കോച്ചിൽ നിന്നുള്ള സഫർ കാ ആനന്ദ് ലേന, യാത്രയുടെ ആനന്ദം അനുഭവിക്കാം. ഇസ്കാ മത്ലബ് ക്യാ ഹോ സക്താ ഹേ, ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇസ്കാ മത്ലബ് ക്യാ ഹോ സക്താ ഹേ, ഇതിന്റെ ആശയം എന്താണ് ഉദ്ദേശിക്കുന്നത്? ചോദ്യം ഒന്ന് പറയാ. എ സി കെ ബജായ്, എ സിക്ക് പകരം ജനറൽ കോച്ചിൽ നിന്നുള്ള സഫർ കാ, യാത്രയുടെ ആനന്ദ് ലേന, ആനന്ദം അനുഭവിക്കുക. ഇസ്കാ മത്ലബ് ക്യാ ഹോ സക്താ ഹേ, ഇതിന്റെ ആശയം എന്താണ്? എന്താണ് ഇതുകൊണ്ട് കവയത്രി അഞ്ജു കർബന്ദ ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഉത്തരം നോക്കാം. ഉത്തരമാണ് ഇവിടെ കൊടുത്തത്. എ സി കെ ബജായ്, എ സിക്കു പകരമായി ജനറൽ കോച്ച് സെ, ജനറൽ കോച്ചിൽ നിന്നുള്ള സഫർ കാ ആനന്ദ് ലേന, യാത്രയുടെ ആനന്ദം അനുഭവിക്കുക. മത്ലബ് എന്ന് ഉദ്ദേശിക്കുന്നത് യഹ് ഹേ, ഇതാണ്. കി എന്തെന്നാൽ, നോക്കണേ, വള്ളി ഇടത്ത് ഭാഗത്തിട്ടാൽ എന്തെന്നാൽ, വള്ളി കീ വലത്തോട്ട് പോയാൽ ഇവിടെയുള്ള, ഇത് എന്തെന്നാൽ ഇത് ഇവിടെയുള്ള, മാറിപ്പോകരുത്. അപ്പൊ കീ എന്ന് പറയുമ്പോൾ എന്തെന്നാൽ എന്ന അർത്ഥം വരുമ്പോഴാണ് ഉപയോഗിക്കേണ്ടത്. കി എന്തെന്നാൽ, ലേഖക് ഓർ പരിവാർക്കോ, ലേഖകനും കുടുംബത്തിനും, ഏക് വിജിത്, ഒരു വിചിത്രമായ, യാദ്ഗാർ, ഓർമ്മിക്കത്തക്കതായ അനുഭവം, പ്രദാൻ കർണാ ഹേ, പ്രദാൻ കർത്താ ഹേ, അനുഭവം പ്രദാനം ചെയ്യുന്നു. എ സിക്ക് പകരം ജനറൽ കോച്ചിൽ പോവുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലേഖക് ഓർ പരിവാർക്കോ, ലേഖകനും പരിവാർക്കോ, കുടുംബത്തിനും, ഏക് വിചിത്ര, ഒരു വിചിത്രമായ, യാദ്ഗാർ, ഓർമ്മിക്കത്തക്കതായ, വിചിത്രവും ഓർമ്മിക്കത്തക്കതുമായ അനുഭവം പ്രദാനം ചെയ്യുന്നു എന്നതാണ്
അനുഭവം നൽകുന്നു എന്നതാണ് ഈ വരിയുടെ അർത്ഥം. AC-ക്ക് പകരം ജനറൽ കോച്ചിൽ ഉള്ള യാത്രയുടെ അനുഭവം ആനന്ദിക്കുക എന്നതിന് ഉദ്ദേശം എന്താണ്? എന്താ ഈ കവിക്ക് നമ്മുടെ ലേഖകനും ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, നോക്കണം. ലേഖകനല്ല ഇവിടെ വരുന്നത്, ഇവിടെ പതിയാണ്. പതി എന്ന് ഭർത്താവിന്, ഈ ഫാമിലിക്കാ. പതി ഓർ പരിവാർക്കോ, ലേഖനല്ല, ലേഖൻ ശരിക്കില്ല. അതിൽ ലേഖൻ എന്ന് പറഞ്ഞാൽ ലേഖിക. ഈ പാഠത്തിന്റെ ലേഖിക എഴുതിയതാണ്, പക്ഷെ ഇതിനകത്ത് കഥാപാത്രം പതിയാണ്. അപ്പൊ പതി ഓർ പരിവാർക്കോ, ഭർത്താവിനും കുടുംബത്തിനും ആണ് ഈ വിചിത്രമായ അനുഭവം ഉണ്ടാവുന്നത്. അത് ഒന്നുകൂടി ശ്രദ്ധിച്ചിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം. AC-ക്ക് പകരമായി ജനറൽ കോച്ചിൽ നിന്നുള്ള യാത്രയുടെ അനുഭവിക്കുവാൻ എന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഉദ്ദേശം ഇതാണ്. എന്താ പറയാ, പതി ഓർ പരിവാർക്കോ, പതി ഭർത്താവിനും പരിവാർക്കോ കുടുംബത്തിനും ഒരു വിചിത്രമായതും യാദ്ഗാർ ഓർമ്മിക്കത്തക്കതുമായ അനുഭവം പ്രദാനം ചെയ്യുന്നു എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഈ ഒരു പാരഗ്രാഫ് ഇത്രയും ക്വസ്റ്റ്യൻ ഇതിൻ്റെ അപ്പുറം ഇനി വരൂല. ഇതിൽ നമുക്ക് പബ്ലിക് എക്സാമിനേഷന് ഈ പാരഗ്രാഫിൽ ഇതിൽ നിന്നല്ലാതെ മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. ഇങ്ങനെ ഓരോ പാരഗ്രാഫും നമ്മൾ വിശദീകരിച്ചിട്ട് ഡീപ്പായിട്ട് പഠിക്കുകയാണ് ഇനി മുതലുള്ള എല്ലാ വർഷങ്ങളിലും പരീക്ഷയ്ക്ക് ഇങ്ങനെയാണ് ചോദിക്കുക. ഓക്കെ, താങ്ക് യു.